ചാപ്റ്റർ 13 സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് 1 സിലബസിലെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. വർഷങ്ങളായിട്ട് 6 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഒരു 4-5 ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനും കൂടെ പഠിച്ചു വെക്കണം. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡേറ്റ, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് റിസൾട്ടാണ് വരുന്നതെന്നൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക, അത് ടേബിളിലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുക, അതുപോലെ ആ ഒരു ഡേറ്റ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് പോവുക എന്ന കാര്യമാണ് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് പല മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രധാനമായും 2 തരത്തിലുണ്ട്. അടുത്തൊരു പോയിന്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാണ്. ഒരു ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദി ഈവൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് അത് കാണിക്കുന്ന ടെൻഡൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് ഉള്ള രീതിയിലുള്ള പഠനമാണ് മീൻ ആൻഡ് മീഡിയൻ എന്ന 2 ഡിവൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അടുത്ത മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. അപ്പോൾ ഈ ഒരു മിഡിൽ വാല്യൂ അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ഇന്റർപ്രിറ്റേഷൻ സാധിക്കാത്ത കേസിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് 3 മാർഗങ്ങളാണ് മീൻ ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം മീൻ ഡീവിയേഷൻ, അബൌട്ട് മീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് പഠിക്കുക. ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിൻ്റെയൊക്കെയുള്ള ഫോർമുലയാണ് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഇനി ഡേറ്റ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് പ്രധാനമായും 3 തരത്തിലാണ് ഡേറ്റയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടാവുക. സോ ആദ്യത്തേത് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് തരുന്ന ഒരു ഡേറ്റ 10 കുട്ടികളുടെ മാർക്ക് എന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനാണ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേർക്ക് 15 മാർക്ക് കിട്ടിയിട്ടുണ്ട്, 15 പേർക്ക് 25 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഡേറ്റയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുക. മൂന്നാമത്തേത് ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. ഇപ്പോൾ 10 മുതൽ 15 വരെ മാർക്ക് നേടിയ 10 കുട്ടികളുണ്ട്, 15നും 25നും ഇടയ്ക്ക് മാർക്ക് നേടിയ 8 കുട്ടികളുണ്ട് എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. അപ്പോൾ ഈ 3 ഡിഫറെന്റ് സിറ്റുവേഷനിലും ഈ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മീൻ എന്താണ്, മീഡിയൻ എന്താണ്, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എന്താണ് എന്നൊക്കെ ഈ തരുന്ന ഡേറ്റയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വേരിയൻസ് ഓഫ് ദി ഡേറ്റ, വേരിയൻസ് ഫോർ ദി ഡേറ്റ 2, 4, 6, 8, 10. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്കൊരു റോ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ദിസ് ഇൻഡിവിജ്വൽ ഡേറ്റ. നമ്മൾ അതിന്റെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിലെ വേരിയൻസ്. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ആണെന്ന് നമുക്കറിയാം. അത് ഈ സിഗ്മ xi/n. ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് അതിന്റെ മീൻ കണ്ടുപിടിക്കാം. എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. 2 + 4 + 6 + 8 + 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ 5 ഒബ്സർവേഷൻ ആണ്. 1, 2, 3, 4, 5. അപ്പൊ 30/5 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. പിന്നെ നമുക്കൊരു ടേബിൾ വേണം. ആ ടേബിളിൽ നമ്മൾ ഫോം ചെയ്യുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ആദ്യത്തെ കോളം xi തന്നിരിക്കുന്ന ഡേറ്റ 2, 4, 6, 8, 10. അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 30 ആണ്. അടുത്തത് xi മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഒബ്സർവേഷനിൽ നിന്നും ആ 6 മൈനസ് ചെയ്യുന്നു. 2 - 6 - 4, 4 - 6 - 2, 6 - 6 0, 8 - 6 2 ആൻഡ് 10 - 6 4. ഇനി മൂന്നാമത്തെ കോളത്തിൽ xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസിന്റെ സ്ക്വയർ. -4ന്റെ സ്ക്വയർ 16, -2ന്റെ സ്ക്വയർ 4, 0, 0, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 60. സോ അതിന്റെ സമേഷൻ വേണം, സിഗ്മ വേണം, ടോട്ടൽ വാല്യൂ. ആഡ് ചെയ്യുമ്പോൾ 16, 4, 20, 24, 24, 16, 40 എന്ന് വരും. ഇനി നമുക്ക് സിഗ്മ സ്ക്വയറിൽ വേരിയൻസിന്റെ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് 1/n സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. 1/n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്, അത് 5 ആണ്. ഇൻറ്റു ഈ ഒരു വാല്യൂ നമുക്കിപ്പോൾ ടേബിളിൽ നിന്ന് കിട്ടിയത് 14 ആണ്. അപ്പോൾ 1/5 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് കുറേയധികം ഫോർമുലയാണ്. ഈസ് ഫോർ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മീൻ, ഫസ്റ്റ് വൺ മീൻ, അതൊരു ആവറേജ് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ xi/n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്.
എത്ര ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടോ അത് ആഡ് ചെയ്യുന്നു, അതിനെ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മീൻ. സോ മീഡിയൻ എന്ന് പറയുന്ന അതിന്റെ മീനിങ് മിഡിൽ വാല്യൂ ഫ്രം ദി ഒബ്സർവേഷൻസ് ആണ്, ആഫ്റ്റർ അറേഞ്ചിങ് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മീൻ ഡീവിയേഷൻ എന്ന് പറയുന്ന അടുത്ത ഒരു അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ഫോർമുല സിഗ്മ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. എക്സ് ബാർ നമുക്കറിയാം മീൻ ആണത്. അപ്പോൾ ഓരോ ഒബ്സർവേഷനിൽ നിന്നും ആ മീൻ മൈനസ് ചെയ്യുകയും അതിന്റെ ടോട്ടൽ എടുത്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മീൻ ഡീവിയേഷൻ ആണ്. സോ അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ മീനിന്റെ വാല്യൂവിന് പകരം മീഡിയൻ കൊടുത്താൽ മതി. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ഓഫ് ദി ഒബ്സർവേഷൻസ് ആണ്. സോ അടുത്ത ഒരെണ്ണം വേരിയൻസ് ആണ്. അനാലിസിസിന്റെ മറ്റൊരു മെത്തേഡ് വേരിയൻസ്. നൊട്ടേഷൻ സിഗ്മ സ്ക്വയർ എന്നാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അത് നൊട്ടേഷൻ സിഗ്മ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഡേറ്റ ഒക്കെ സെയിം തന്നെ, അല്ലെങ്കിൽ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ. സോ ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ഫോർ ദി ഡേറ്റ 3, 6, 8, 9, 13, 14, 17. ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ ഏതാണെന്ന് നോക്കാം. ഈസ് എക്സ് ബാർ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ എക്സ് ഐ ബൈ എൻ. ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ആൻ ആവറേജ് വാല്യൂ ഓൾസോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 എന്നാണ് കിട്ടുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1, 2, 3, 4, 5, 6, 7 ആണ്. 70/7 10. അപ്പം മീൻ ഓഫ് ദിസ് ഡേറ്റ ഇസ് ഈക്വൽ ടു 10. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്താണെന്ന് നോക്കാം. മീൻ ഡീവിയേഷന്റെ ഫോർമുല നമുക്കറിയാം. ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ സിഗ്മ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. അപ്പം അതിന് നമുക്കൊരു ടേബിൾ വേണം. എക്സ് ഐസ് ഉണ്ടായിരിക്കണം. അതിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. ദെൻ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ഐ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡേറ്റ 3, 6, 8, 9, 13, 14, 17. എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഈ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും നമ്മൾ മീൻ മൈനസ് ചെയ്യുന്നു. 3 - 10 - 7, 6 - 10 - 4, 8 - 10 - 2, 9 - 10 - 1, 13 - 10 3, 14 - 10 4 ആൻഡ് 17 - 10 7. ഇനി നമ്മൾ എന്താ എടുക്കണ്ടേ? അതിന്റെ മോഡുലസ് വാല്യൂ. ഇവിടെ -7 ആണെങ്കിൽ 7, -4 4, -2 2, -1 1, 3 4 7 അതുപോലെ തന്നെ. സോ നമുക്ക് സിഗ്മ നൊട്ടേഷൻ ഉണ്ട്. അതായത് ഈ മോഡുലസ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28 ആണ്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അത് 7 ആണ്. 28/7 = 4. അപ്പം ഈ ചോദ്യത്തിന് രണ്ട് കാര്യങ്ങളായിരുന്നു കണ്ടുപിടിക്കാനായിരുന്നത്, മീനും മീൻ ഡീവിയേഷനും. ഇത് 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. 4 മാർക്കിനാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. പ്രോബ്ലത്തിലേക്ക് വന്നാൽ കൺസിഡർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. X values 5, 10, 15, 20, 25 and F values 7, 4, 6, 3, 5. Find the mean and mean deviation about mean. Mean x bar is equal to sigma fi xi by sigma fi. ഈ ടേബിളിൽ നിന്ന് നമ്മൾ എന്താ പറഞ്ഞതുപോലെ സിഗ്മ എക്സ് ഐ എഫ് ഐ എന്നുള്ളത് 350 ആണെന്നും സിഗ്മ എഫ് ഐ എന്നുള്ളത് 25 ആണെന്നും അറിയാം. സോ 350/25 is equal to 40. അപ്പോൾ ഇങ്ങനെ തരുന്ന ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അവിടെ നമുക്ക് ഫ്രീക്വൻസി കൊണ്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. സോ നമ്മുടെ നാലാമത്തെ കോളം എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും നമ്മുടെ എക്സ് ബാർ മീൻ മൈനസ് ചെയ്യുന്നു. 5 - 14 ആണ്, -9. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുന്നതുകൊണ്ട് 9. 10 - 14, 15 - 14, 20 - 14, 25 - 14. ഇനി ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂസിനൊക്കെ നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 9 × 7, 4 × 4 16, 1 × 6 6, 6 × 3 18, 11 × 5 55. ദെൻ അതിൻ്റെ ടോട്ടൽ 158 ആണ്. അപ്പോൾ ഇവിടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന വാല്യൂ അത് നമുക്ക് ടേബിളിൽ നിന്ന് 158 എന്ന് കിട്ടും. അതുപോലെ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ് 25 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 6.32. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 6.32 ആണ്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കാം. ഫോർ അൺഗ്രൂപ്പ് ഡാറ്റ. അപ്പോൾ ഇത്തരം ഡാറ്റയിൽ നമുക്ക് ഈവൻസ് ഓരോന്നും തരും, ഒബ്സർവേഷൻസ്. അത്
ഓരോന്നിനും എത്ര തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു എന്നും കൂടെ പറയും. അപ്പോൾ 5 എന്ന് പറയുന്ന എൻട്രി 7 ടൈംസ്, 10 എന്ന് പറയുന്ന എൻട്രി 4 ടൈംസ് നോക്കാം. സോ ഇവിടെ മീൻ കണ്ടുപിടിക്കാനായിട്ട് മീൻ എക്സ് ബാർ തന്നെയാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇവിടെ മീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. അപ്പോൾ ഇതുപോലെ വരുന്ന ടേബിളിനകത്തുനിന്ന് നമ്മൾ എക്സ് ഐ വാല്യൂസ് നമുക്കറിയാം. തന്നിരിക്കുന്ന 5, 10, 15, 20, 25 എന്നീ വാല്യൂസാണത്. എഫ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂ 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. 10 4 തവണ, 15 6 തവണ എന്നിങ്ങനെ എഴുതുന്നതാണ് ഫ്രീക്വൻസി. സോ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂസിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ്. 5 × 7 35, 10 × 4 40 എക്സെട്ര. അപ്പോൾ സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് ആ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുന്നതാണ്, 350 ആണ്. അതുപോലെ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. നമുക്ക് ഇക്വേഷനിലേക്ക് വന്നാൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ ആണ് മീൻ. ദെൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആൻഡ് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ എഫ് ഐ. Mean deviation about median is equal to sigma fi modulus of xi minus m divided by sigma fi. Variance sigma square is equal to 1 by sigma fi into xi minus x bar the whole square. Then standard deviation കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടപോലെ തന്നെ അത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ ഈ ഒരു വേരിയൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് സിഗ്മ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. സോ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുക. അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ്സസ് ഫ്രീക്വൻസി 10 to 26, 20 to 30, 15, 30 to 40, 13, 40 to 50, 7, 50 to 60, 9. ഫൈൻഡ് ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഇവിടെ നമുക്ക് ഡാറ്റ തന്നിരിക്കുന്നത് ഓരോ ക്ലാസ്സുകളായിട്ടാണ് ആ ഒരു ഈവൻറ്റ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10നും 20നും ഇടയിൽ മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 20നും 30നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 15 കുട്ടികൾ എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർമുലയിലൊന്നും വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ എക്സൈസ് അല്ലെങ്കിൽ ഓരോ എക്സും തന്നിരിക്കുന്ന ക്ലാസിന്റെ മിഡ് വാല്യൂ ആയിട്ടാണ് എടുക്കുക. ആ ഒരു കാര്യമാണ് അഡീഷണൽ ആയിട്ട് ഇവിടെ വരിക. അപ്പോൾ 10, 20 എന്ന് പറയുന്ന ക്ലാസിന്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 10ഉം 20ഉം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 20, 10, 30, 30ന്റെ പകുതി 15, 30, 20, 50, 50ന്റെ പകുതി 25, 30, 40, 70, 70ന്റെ പകുതി 35 എന്നിങ്ങനെയാണ് ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് എടുക്കുക. ഫ്രീക്വൻസി നമുക്ക് ടേബിളിൽ തന്നെ തന്നിട്ടുണ്ട്, 6, 15, 13, 7 and 9. ഇനി മീൻ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇക്വേഷൻ സെയിം ആണ്, സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇവിടെ നമ്മൾ ടേബിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടേബിള് ക്ലാസ്സസ് ഉണ്ടായിരിക്കണം, അതിൽ ഫ്രീക്വൻസി രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ എക്സ് ഐ ഇപ്പോൾ പറഞ്ഞതുപോലെ മിഡിൽ വാല്യൂ ഓഫ് ദി ക്ലാസ്സസ് ആണ്. ദെൻ എഫ് ഐ എക്സ് ഐ ഓരോ ഫ്രീക്വൻസിയും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ എക്സ് ഐയുടെ സ്ക്വയർ വേണം, ഓരോ എക്സിന്റെയും സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ സ്ക്വയർ ഇൻറ്റു ഫ്രീക്വൻസിയുടെ ഒരു കോളം കൂടെ ആവശ്യമുണ്ട്. ഇവിടെ സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുന്നത്, ഇവിടെ എഫ് ഐ എക്സ് ഐ നമുക്കറിയാം വാല്യൂസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1730 ആണ്. സോ 1730 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞു. ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 50 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1730 ഡിവൈഡഡ് ബൈ 50 ഇസ് ഈക്വൽ ടു 34.6. 34.6 എന്നാണ് മീൻ കിട്ടുക. അപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു മീൻ വാല്യൂ എന്ന് പറയുന്നത് മാർക്കിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 34.6 ആണ്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. ഇക്വേഷൻ 2 രീതിയിൽ എഴുതാം. ഇവിടെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്, 680, 50. സോ 680, 50. സിഗ്മ എഫ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടതാണ്, അത് 50 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ആണ്. മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ മീൻ വാല്യൂ നമ്മളിവിടെ കണ്ടതാണ് 34.6, അതിന്റെ സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 168.84 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ റൂട്ടാണ്, വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 168.34, ദാറ്റ് ഈസ് ഈക്വൽ ടു 12.8.